ചാലക്കുടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു പരിക്കേൽപ്പിച്ചു. സഹവിദ്യാർത്ഥികൾ മർദ്ദിക്കുകയും പുറത്തുനിന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി തലക്കടിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടി VHC ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥി ചികിത്സയിലാണ്. 28-ാം തീയതി വെള്ളിയാഴ്ച മോൻ സ്കൂളിലേക്ക് പോയി. VHSC +2 ബോയ്സിൽ പഠിക്കുകയാണ്. അവൻ സ്കൂളിൽ വെച്ച് 10ാം ക്ലാസ്സിലെ കുട്ടികളെ എന്തോ തല്ലുണ്ടാക്കുമെന്ന് കേട്ടു. അത് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തല്ലുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് അവനെ വിരട്ടി. അവൻ ഇല്ല ഞാൻ കേട്ടത് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. ലഞ്ച് ഇൻ്റർവെല്ലിന് ഒരു 1:25 അവർ അടുത്ത് വിളിച്ച് ചെവിടത്ത് അടിച്ചു. അവൻ ടീച്ചറോട് പറഞ്ഞില്ല. ക്ലാസ്സിലിരുന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കരഞ്ഞു. ടീച്ചർമാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഈ അടി കൊണ്ടത്. അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുന്ന വഴി ഇതിൻ്റെ തുടർച്ചയായി കൂട്ടുകാരോടൊപ്പം വരുമ്പോൾ എന്തിനാണ് നീ അടിച്ചതെന്ന് ചോദിച്ചു പോയപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയപ്പോൾ ആയിരിക്കാം ആ ഒരു കുട്ടി ആൽബർട്ട് എന്നാണ് പേര് എന്ന് പറയണു. ഈ സ്കൂളിൽ പഠിക്കണതല്ല. ഇന്ന് വരെ ഇവർ തമ്മിൽ കണ്ടിട്ടുമില്ല. ആ കുട്ടി അരേന്ന് ഒരു ചുറ്റിക എടുത്ത് ഇവൻ്റെ തലയിലടിച്ചു. അവൻ ചോര ഛർദ്ദിച്ചിട്ട് അങ്ങനെ വീണു. അവർ ഓടിപ്പോയി. ആ ഓടിപ്പോയപ്പോൾ ആൽബർട്ടും ഈ 10ാം ക്ലാസ്സിലെ കുട്ടി അങ്ങനെ അവരൊരു ഗ്രൂപ്പായിട്ട് അവർ ഓടിപ്പോയി. അടിച്ച കുട്ടി സ്കൂളിൽ പഠിക്കണമില്ല. ഇതൊന്നും ടീച്ചേഴ്സ് അറിയണില്ല. അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ലാസ്റ്റ് ധന്യ സെൻറ്റ് ജെയിംസ് എത്തി. ഞാൻ വിളിച്ചതും ടീച്ചേഴ്സ് എല്ലാവരും വന്നു ഹോസ്പിറ്റലിലേക്ക്. HM-ഉം മറ്റു ടീച്ചറും PTA-ക്കാരും ഈ ഹൈസ്കൂളിലെ കുട്ടിയുടെ HM-ഉം ആ കുട്ടിയാണല്ലോ എല്ലാവരും വന്നിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ പോലീസിന് ഞങ്ങളല്ല ഹോസ്പിറ്റലിൽ നിന്നാണ് ഇൻറ്റിമേഷൻ പോയത്. ഞങ്ങൾക്കന്ന് അങ്ങനെ നേരെ റിലേറ്റീവ് വന്നു ട്രോമയിലായിരുന്നു. അങ്ങനെ ഒരു ഇത് അല്ല, ആ ഒരു സാഹചര്യമല്ല. പരിക്ക് ഫ്രൻഡോസൈനസിലാണ് ഡാമേജ്. പിന്നെ തലയിൽ ഇഞ്ചുറി ആയതുകൊണ്ട് 7 മുതൽ 50 ദിവസം വരെ നന്നായിട്ട് ആൻറ്റിബയോട്ടിക്കും ഒബ്സർവേഷനൊക്കെ ചെയ്യണം. തുടർന്ന് 2 മാസത്തിലോളം ഇത് റെസ്റ്റ് വേണം, കെയർ ചെയ്യണം. അവന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ക്ഷീണം, നടക്കാൻ ബുദ്ധിമുട്ട്, ഇപ്പോൾ ശ്വാസം മുട്ട്, അങ്ങനെയൊക്കെ. ഇത് ഒരു ഇഞ്ചുറി ആണല്ലോ, അതിൻ്റേതായിട്ടുള്ള പ്രയാസം. പനി ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് അത് ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ ഞങ്ങളങ്ങനെ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചില്ല. പിന്നെ അവനിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് 18 വയസ്സായില്ലെങ്കിൽ ആർക്കും ചെയ്യാലേ എന്ന് അവൻ്റെ ഒരു ചോദ്യത്തിലാണ് ഞങ്ങൾക്ക് പേടിച്ചു. അതാണ് പേടിയായതപ്പോൾ. അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് പോവല്ലേ സ്കൂൾ മുഴുവൻ. അപ്പം നമുക്കിപ്പോൾ വേഗം ഈ 18-നുള്ളിൽ എന്ത് വേണമെങ്കിലും ഒരു എന്ന്. പിന്നെ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രേരണയോ ഒരു ദുരവസ്ഥയോ ഉണ്ടാവരുത്. ഒരിക്കലും ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, അതൊരാളും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടി വന്ന് ഹാമറിനെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പോലും ഇപ്പോൾ ഈ 2 ദിവസമായിട്ടാണ് കാര്യങ്ങൾ എന്താണെന്ന് അറിയണത്. ഒരിക്കലും അവൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കൂടെയുള്ള കൂട്ടുകാരും പറഞ്ഞു ഞങ്ങൾക്കും ഇതെന്താണെന്നുള്ളത് ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. ഇങ്ങനെ മുമ്പ് ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുമില്ല. വിനേഷ് കുമാർ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, സാധാരണ സ്കൂളുകളിലൊക്കെ കുട്ടികൾ തമ്മിൽ ചെറിയ വാക്കുതർക്കവും ചെറിയ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചുറ്റിക കൊണ്ട് സഹപാഠിയെ മർദ്ദിക്കണമെങ്കിൽ അതൊരു കൊടും കുറ്റകൃത്യം തന്നെയാണ്. പുറത്തുനിന്ന് എത്തിയ ഒരു വിദ്യാർത്ഥിയടക്കം മർദ്ദിച്ചുവെന്ന് പറയുന്നു. ആരാണ് ആ വിദ്യാർത്ഥിയെന്ന് വ്യക്തമായിട്ടില്ല. നിലവിൽ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ? സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? ടോം, ചാലക്കുടി VHSC ബോയ്സിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർജാഷിറിനെയാണ് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് പോലീസും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും പറയുന്നത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ഇതിന് പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സാധാരണ ഇത്തരം കേസുകളെല്ലാം ദുർഗുണ പരിഹാര പാഠശാലകൾ, കാരണം ഇതിൽ കൃത്യമായ ശിക്ഷ കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിയമവിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഈ സംഭവം ഒരു സ്കൂളിലെ സാധാരണ നിലയിലുണ്ടാവുന്ന ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ഈ അക്രമത്തിൽ പരിക്കേറ്റ ഈ വിദ്യാർത്ഥിയെ
പുറത്തുനിന്ന് ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ആക്രമിച്ചു. സാധാരണ നമുക്ക് പറയാൻ വേണമെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത് ഒക്കെ ആക്രമിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടികൾ തന്നെ ഇത്തരത്തിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരികയും പുറത്തുനിന്നൊരു കുട്ടിയെ കൊണ്ടുവന്നാണ് ഈ കുട്ടിയാണ് യഥാർത്ഥത്തിൽ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ദിവസമായി ഗുരുതരാവസ്ഥയിലായിട്ട് പിന്നീടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ കുഞ്ഞ് അപകടനില തരണം ചെയ്ത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഇതിൽ തന്നെ ഈ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇപ്പോൾ അല്പസമയം മുമ്പ് അമ്മ പറഞ്ഞത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വെച്ച് നോക്കുമ്പോൾ, കാരണം പുറത്തുനിന്ന് സാധാരണ സ്കൂളിനകത്ത് കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു അടി നടക്കാൻ പോകുന്നു എന്ന് മറ്റു കുട്ടികളെ ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യക്തിവൈരാഗ്യമാണ് യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് കാരണമായത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ അല്ലെങ്കിൽ അവിടെ തീർക്കേണ്ട ഒരു പ്രശ്നം പുറത്തു നിന്നൊരു കുട്ടി എത്തുകയും കയ്യിൽ ചുറ്റി പോലുള്ള ഒരു മാരകായുധം ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇതിൽ പോലീസ് കേസെടുത്തില്ലെങ്കിൽ, സാധാരണ നിലയ്ക്ക് ഇത്തരത്തിൽ പോലീസ് കേസും അറസ്റ്റും തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ പോലും ഈ കുട്ടികൾക്കെതിരെ, അതായത് ദുർഗുണ പരിഹാര പാഠശാലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കൗൺസിലിങ്ങോ ഇത്തരം കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. കൃത്യമായ താക്കീതും ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സാധ്യതയാണ് എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അതുതന്നെയാണ് വിനേഷ് പോലെ ഈ പ്രായത്തിൽ, ഈ 16-17 വയസ്സുള്ള പ്രായത്തിൽ ഇങ്ങനെ ചുറ്റികയുമായി നടന്ന് സഹപാഠികളെ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ നാളെ അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ അവർ കൊടും കുറ്റവാളികളായി, ക്രിമിനലുകളായി മാറും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെയാണ് ഈ മലപ്പുറത്ത് ഇതേ രീതിയിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ ഒരു സ്കൂളിൽ റാഗിങ്ങിൻ്റെ പേരിൽ ഈ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഒരു +1 വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. അങ്ങനെ ഈ കുറ്റവാളികൾ സ്കൂളിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നു എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ പല സ്കൂളുകളിൽ നിന്നും റാഗിങ്ങിൻ്റെ പേരിൽ മാത്രമല്ല, ചെറിയ സഹപാഠികൾ തമ്മിലുള്ള സംഘർഷത്തിൽ അത് വലിയ രീതിയിൽ വലിയ ആക്രമണത്തിലേക്ക് വഴിമാറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവർക്കെതിരെ ഒരു അച്ചടക്ക നടപടി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ലല്ലോ ഉണ്ടാകേണ്ടത്, പോലീസും നടപടി സ്വീകരിക്കേണ്ടതല്ലേ വിനേഷ്? തീർച്ചയായും നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണ കുറ്റവാളികളെ പോലെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമം നടത്തിയ പോലെയോ പ്രതികളെ പോലെയോ അല്ല യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ ഈ അതിക്രമം കൈകാര്യം ചെയ്യേണ്ടത്. ഇതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൃത്യമായ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവർക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പ്രായം അല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള ഒരു നടപടിയാണ് ഉണ്ടാവേണ്ടത്. അത് എത്രത്തോളം അങ്ങനെ ഒരു ഇടപെടൽ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയില്ല. എന്തായാലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ സാധാരണ ഈ സ്കൂളുകളിൽ ഇത്തരം സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുക. ഇതിപ്പോൾ എന്തായാലും ഈ ഇജാഷിറിൻ്റെ മാതാവ് തന്നെ രംഗത്ത് വന്നു, അവർ പരസ്യമായി തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ പുറത്തു നിന്ന് വന്നിരിക്കുന്ന കുട്ടിയുടെ പേര്, അവരൊരു കുട്ടിയുടെ പേര് പറയുന്നുണ്ട്. അത് അവർക്ക് തന്നെ ആ കുട്ടി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ അടിയേറ്റിരിക്കുന്ന ഇജാഷിറിനും യഥാർത്ഥത്തിൽ ഈ വന്നിരിക്കുന്ന കുട്ടി ആരാണ് എന്താണെന്ന് അറിയില്ല. ഇവരുമായിട്ട് എന്താണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സുഹൃത്തോ മറ്റോ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും അവരെ അറിയിച്ചത് പ്രകാരമായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ തലക്കടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ട വിഷയമാണ്, ചെറിയ വിഷയമല്ല അത്. അതുകൊണ്ട് തന്നെ ഇത് ആ കുട്ടിയെ കൃത്യമായി തന്നെ കൗൺസിലിംഗ് നടത്തുകയും ഏതെങ്കിലും ദുർഗുണ പരിഹാര പാഠശാല, അത്തരത്തിൽ നമുക്ക് ജുവനൈൽ സംവിധാനങ്ങളുണ്ട്, ആ ജുവനൈൽ സംവിധാനങ്ങളിൽ കൃത്യമായി തന്നെ ആ കുട്ടിക്ക് അതിനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതും ഉണ്ട്. കാരണം സാധാരണ നമ്മൾ സ്കൂളിലെ സംഘർഷത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം പെൻസിൽ ഉപയോഗിച്ച് ആക്രമിക്കപ്പെടുന്നുണ്ട്, കോമ്പസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധാരണ സ്കൂളുകളിലൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ചുറ്റിക പോലൊരു സാധനം ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിന് പുറത്തു നിന്ന് വന്നുകൊണ്ട് ഒരു കുട്ടി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഗൗരവമായ കാര്യം തന്നെയാണത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം പോലീസും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും കൈകാര്യം ചെയ്യേണ്ടത്. എന്തായാലും ഇനി ഇത്തരം സംഭവങ്ങളില്ലാതെ, നമുക്കറിയാം സ്കൂളുകളിലും കലാലയങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇപ്പോൾ യൂണിയൻ്റെ പേരിൽ, സംഘടനകളുടെ പേരിലാണെങ്കിലും അല്ലാതെയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ളൊരു ജാഗ്രത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഒപ്പം തന്നെ പോലീസും ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അത്തരത്തിൽ രക്ഷിതാക്കളും അല്ലെങ്കിൽ പൊതുജനങ്ങളും ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. എന്തായാലും ആ തരത്തിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യം. വളരെയധികം നന്ദി. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹം കൃത്യമായൊരു നിരീക്ഷണമാണ് നടത്തിയത്. കാരണം ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ക്രിമിനൽ വാസനയിലേക്ക് കുട്ടികൾ മാറിയാൽ ഭാവിയിൽ അത് വലിയ
അപകടത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ അവർക്ക് കൃത്യമായ ചികിത്സ നൽകി മാനസികമായ അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ച് ഒരു നല്ല വഴിയിലൂടെ നടത്തുകയാണ് ചെയ്യേണ്ടത്.